ഹായ് ഓൾ, എല്ലാ സുഹൃത്തുക്കളും വർക്ക്ഷോപ്പ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിടുക്കായി സാധനമാണ്. വേറെ ഒന്നുമല്ല, സ്മോക്ക് ബോംബ് എന്നാണ് ഈ സാധനത്തിനെ പറയുന്നത്. ബോംബ് എന്നൊക്കെ പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സാധനം വിചാരിക്കേണ്ട. ഇത് കത്തിച്ചിട്ട് കഴിഞ്ഞാൽ പുക വന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ നമ്മൾ മൂവീസിലും ഒക്കെ കൂടുതലായിട്ട് കാണുന്നതാണ് സാധനം. നേരിട്ട് കാണാൻ വലിയ വഴിയില്ല. സിനിമകളിലും ഒക്കെ ആയിട്ട് കുറേ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കൂടുതലായിട്ടും പബ്ജി പോലുള്ള മൊബൈൽ ഗെയിമുകളിലൊക്കെ ഇത് കോമൺ ആയിട്ട് കാണാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ സേഫായിട്ട് കത്തിക്കുന്നൊക്കെ ഒരു സാധനം ആയതുകൊണ്ട് സേഫായിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ബോംബിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കേസ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ കേസിന് വേണ്ടി ആ ഒരു PVC പൈപ്പ് ഉപയോഗിക്കുന്നത്. ഇത് 1.25 ഇഞ്ച് സൈസുള്ള PVC പൈപ്പ് ഒരു 6 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ അടിമോള് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു പഴയ പ്ലാസ്റ്റിക് ക്യാനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ക്യാനിൽ നിന്ന് നമുക്ക് ഈ 1.5 ഇഞ്ചിൻ്റെ അളവിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പീസ് മാത്രം ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ ആയിട്ട് എന്തെങ്കിലും പശു ഉപയോഗിക്കാം. നമുക്ക് ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത സൈഡിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലൊരു നീളത്തിൽ നടുക്കായിട്ട് തന്നെ ഒരു കട്ടിങ് ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഹോള് നീളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസൊക്കെ അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഒരു തീപ്പെട്ടിയുടെ ബോക്സാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബോക്സ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ബോക്സിൽ ഈ 2 സൈഡിലെ പേപ്പറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ 2 പേപ്പറും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പറും കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് ഈ പേപ്പർ നമുക്ക് ഈക്വലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കിയ ശേഷം നമ്മൾ ഈ ഇട്ട ഗ്യാപ്പിൽ കൂടെ ഈ പേപ്പർ അകത്തേക്ക് ഇങ്ങനെ കടത്തി വെക്കണം. അപ്പോൾ അത് കടക്കാനുള്ള അളവിലായിരിക്കണം ഈ പേപ്പർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇങ്ങനത്തെ ഒരു വളയാണ് ഉപയോഗിക്കുന്നത്. പെൺകുട്ടികൾ കയ്യിലിടാൻ ഉപയോഗിക്കുന്ന വളയാണ്. അപ്പോൾ ഈ വള ഇങ്ങനെ ഇതിലേക്ക് കോർത്ത് വെക്കാം. കോർത്ത് വെച്ച ശേഷം നമ്മൾക്ക് ഇതിലേക്ക് പേപ്പർ കടത്തി കൊടുക്കാം. ഇനി നമ്മളൊരു 4 തീപ്പെട്ടിക്കൊള്ളി എടുക്കുന്നത്. ഈ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ വെച്ച ഈ പേപ്പറിൻ്റെ അടിഭാഗത്തേക്ക് രണ്ടെണ്ണമായിട്ട് 2 സൈഡിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റം, അതായത് തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഇതിപ്പോൾ നമ്മൾ ആ പൈപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പൈപ്പിൻ്റെ ഉള്ളിൽ കത്താൻ സഹായിക്കുന്ന ഫ്യൂവൽ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിത് വലിക്കുന്ന സമയത്ത് ഈ പേപ്പർ മാത്രം വലിഞ്ഞു പോരുക. അതനുസരിച്ച് ഈ തീപ്പെട്ടിക്കൊള്ളികൾ കത്തുകയും ചെയ്യും. കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വീണ് ഉള്ളിൽ കിടക്കുന്നത് നമ്മൾ കത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂവൽ അത് കത്ത്. അങ്ങനെയാണ് ഇതിൽ നിന്ന് സ്മോക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇത്രയും പണി കഴിഞ്ഞ് ഇനി അടുത്തായിട്ട് നമുക്ക് സ്മോക്ക് ഉണ്ടാകാനുള്ള ഫ്യൂവൽ ഉണ്ടാക്കലാണ് പരിപാടി. അപ്പോൾ ഫ്യൂവൽ ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു പൗഡർ, അതായത് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു പൗഡറാണിത്. ഇത് വളമൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ കിട്ടുമെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഇത് വാങ്ങിക്കാൻ പറ്റും. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. വാങ്ങിക്കാനുള്ളവർ വേണമെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അങ്ങനെ പോയി വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും പൊട്ടാസ്യം നൈട്രേറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഈ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഷുഗർ പൗഡറാണ്. ഇത് വേറെ ഒന്നുമില്ല, നമ്മുടെ സാധാരണ പഞ്ചസാര പൊടിച്ചെടുത്തതാണ് മിക്സിയിലിട്ട്. പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ പൊടിച്ചെടുത്താണ്ടോ, കാരണം ഇത് കുറച്ച് കട്ടകളായിട്ടായിരിക്കും വരുന്നത്. അത് മിക്സിയിലിട്ട് തന്നെ പൊടിച്ചെടുക്കണം. വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പൊടിക്കുമ്പോൾ ഒരിക്കലും ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് പൊടിക്കരുത്. അപ്പോൾ മിക്സിയിൽ കിടന്ന് തന്നെ കത്ത് പിടിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന, അതായത് സോഡാപ്പൊടി കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഐറ്റം വേണം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നെ ഒരു 55 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, 45 ഗ്രാം ഷുഗർ പൗഡർ, 5 മുതൽ 7 ഗ്രാം വരെ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അളവ്, അതായത് ഒരു സ്മോക്ക് ബോംബിന് വേണ്ട അളവ് ഇങ്ങനെയാണ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നേരത്തെ റെഡിയാക്കി വെച്ചാൽ പൈപ്പ് എടുക്കുന്നത്, അതായത് ഒരു സൈഡ് അടച്ചു വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ഫ്യൂവൽ ഒന്ന് നിറച്ചു കൊടുക്കണം.
അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നിറച്ച് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കിയ കത്തിക്കാനുള്ള സെറ്റപ്പ്, അതായത് ഈ തീപ്പെട്ടിയും എല്ലാം സെറ്റ് ചെയ്ത സാധനം അതും കൂടി ഇതിലേക്കൊന്ന് ഒട്ടിച്ചു വെക്കണം. അടുത്തായിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് കളറാക്കി കൊടുക്കാനായിട്ട് കുറച്ച് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്മോക്ക് ബോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു ലുക്കൊക്കെ വയ്ക്കാനായിട്ട് ഒരു ടേപ്പൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ച് വലിക്കുന്ന സമയത്ത് ഈ പേപ്പറുകൾ പോരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന തീപ്പെട്ടി, ആ തീപ്പെട്ടി കത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴും. അതിൻ്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കത്തുന്ന രീതിയിലുള്ള മിക്സറാണ് നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ആ മിക്സർ കത്തിക്കഴിഞ്ഞാൽ സ്മോക്ക് വല്ലാത്ത രീതിയിൽ പുക വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിത് ഇനി കത്തിച്ച് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ, അതായത് സ്മോക്ക് ബോംബ് എല്ലാ സുഹൃത്തുക്കളും തന്നെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അടുത്ത വീഡിയോ കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും. അടിപൊളിയൊരു വീഡിയോ അടുത്തായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.